ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിൻ്റെ ഡിസൈനാണ്. ഓക്കെ, ഇത് ഏകദേശം 12 to 15 മാർക്സിന് ചോദിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ചോദിച്ചിരിക്കുന്ന ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ലാസ്റ്റ് സെപ്റ്റംബർ 2020 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. Design the principal components of a rapid sand filter including manifold and under drainage system for treating 5 ml of water. Okay, അപ്പം ഇത് ഡിസൈൻ ചെയ്യാൻ വേണ്ടി first we should know what are the basic components we have to design. അപ്പോൾ നമ്മളിവിടെ 7 സ്റ്റെപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പം ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഫുൾ സെറ്റപ്പിൽ ഏറ്റവും ആദ്യം ചെയ്യുന്ന ആസ് നമ്മൾ ഏതിലാ സ്ലോ സാൻഡ് ഫിൽറ്ററിൽ കണ്ടിരിക്കുന്നത് പോലെ സ്ലോ സാൻഡ് ഫിൽറ്ററിൽ എന്താ ചെയ്തിരിക്കുന്നത്, ഫിൽറ്റർ യൂണിറ്റ്സിൻ്റെ ഡിസൈനാണ് ആദ്യം ചെയ്തത്. അതായത് ഫിൽറ്റർ യൂണിറ്റ്സിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് ഈ കംപ്ലീറ്റ് ഈ ടാങ്കിൻ്റെ ഈ ഫുൾ ലെങ്ത് എത്രയാണെന്നും അതേപോലെ ഈ ബ്രെഡ്ത്ത് എത്രയാണെന്നും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, അതാണ് ആദ്യത്തെ സ്റ്റേജ്. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ലാറ്ററൽ പൈപ്പ്സ് കാണാം, സ്ട്രെയിനർ കാണാം, അതേപോലെ ഈ സെൻട്രൽ പൈപ്പ് കാണാം. ഈ സ്ട്രെയിനറിൻ്റെ സൈസ് എത്രയാണ്, ഈ ലാറ്ററലിൻ്റെ ഡയമീറ്റർ എത്രയാണ്, ഇത് തമ്മിലുള്ള സ്പേസിങ് എത്രയാണ്, ഈ സെൻട്രൽ പൈപ്പിൻ്റെ ഡയമീറ്റർ എത്രയാണ്. അപ്പം സെൻട്രൽ പൈപ്പിൻ്റെ ഡയമീറ്റർ, ലാറ്ററൽ പൈപ്പിൻ്റെ ഡയമീറ്റർ, അതിൻ്റെ പെർഫറേഷൻസ് നമ്മൾ കൊടുക്കുന്ന ഹോൾസിൻ്റെ ഡയമീറ്റർ, ആ ലാറ്ററൽ പൈപ്പ്സിൻ്റെ സ്പേസിങ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ അകത്ത് ഡിസൈൻ ചെയ്യണം. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇവിടെ കിടക്കുന്ന 2 വാഷ് ട്രഫ് കാണാൻ പറ്റും അല്ലേ. ട്രഫാണ്, അതായത് ഹാഫ് ഓപ്പൺഡ് പൈപ്പ് പോലെയുള്ള സെക്ഷൻസ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ആ വാഷ് ട്രഫിൻ്റെ ഡിസൈൻ ചെയ്യണം. ഓക്കെ, അതിൻ്റെ വിഡ്ത്ത് എത്രയാണ്, അതിൻ്റെ ഡെപ്ത് എത്രയാണ് ഡിസൈൻ ചെയ്യണം, അതിൻ്റെ അകത്തേക്കൂടെ പോകുന്ന വാട്ടറിൻ്റെ വെലോസിറ്റി എത്രയാണെന്നും ചെയ്യണം. അപ്പോൾ കംപ്ലീറ്റ്ലി ആ വാഷ് വാട്ടർ ഡിസ്ചാർജ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം, അതിനുശേഷം വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം, അതിനുശേഷം എന്ത് ചെയ്യണം, അതിൻ്റെ ഡെപ്തും വിഡ്ത്തും കൂടി നമുക്ക് മനസ്സിലാക്കാം. ഇനി ചെയ്യാനുള്ളത് ഈ ഫിൽറ്റർ ടാങ്കിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് കൊടുക്കുന്ന ഈ സാൻഡിൻ്റെ ലെയർ, അതിൻ്റെ ഡെപ്ത് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുശേഷം ഈ ഗ്രേവലിൻ്റെ ലെയർ, അതിൻ്റെ ഡെപ്തും കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 to 40 mm സൈസിലുള്ള ഗ്രേവലാണ് കൊടുക്കുക. അപ്പം ഓരോ എത്ര ലെയറിലാണ് നമ്മൾ ഇതിനെ ഡിഫറെൻറ്റ് ലെയേഴ്സ് ആയിട്ട് കൊടുക്കുന്നതെന്നും കൂടി കാൽക്കുലേറ്റ് ചെയ്യണം. ലാസ്റ്റ് ഫിൽറ്റർ ടാങ്കിൻ്റെ ഡെപ്ത് കംപ്ലീറ്റ്ലി ഇത് മൊത്തം ചെയ്ത് കഴിഞ്ഞാൽ ഫിൽറ്റർ ടാങ്കിൻ്റെ ഡെപ്ത് എത്രയാണെന്ന് നമുക്ക് കിട്ടും. അപ്പം ഇങ്ങനെ 7 സ്റ്റെപ്പായിട്ടാണ് ഈ മൊത്തം പ്രൊസീജിയറിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇന്ന് ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് ഡിസൈൻ ഓഫ് ഫിൽറ്റർ യൂണിറ്റ്സ് ചെയ്ത് നോക്കാം. ഇത് കുറച്ച് ലെങ്തി വീഡിയോ ആണ്, ഫ്രീ ടൈം ധാരാളമുള്ള ഒരു സമയം എടുക്കുക. ആദ്യം ഒന്ന് കേട്ടു പോവുക, രണ്ടാമത് എന്ത് ചെയ്യുക, ഒരു സ്റ്റേജ് ബൈ സ്റ്റേജ് എഴുതി പോവുക തന്നെ ചെയ്യണം. അപ്പോൾ അങ്ങനെ എഴുതി പോയി കഴിഞ്ഞാൽ മാത്രമേ ഇത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നെ എന്ത് ചെയ്യുക, ഇത് ഇഷ്ടംപോലെ യൂട്യൂബ് വീഡിയോസ് ഉണ്ട് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റിയൽ പ്ലാന്റിൻ്റെ ഡിസൈൻ എങ്ങനെയാണ് ഈ ടാങ്ക് വിസിബിളി ഉണ്ടാവുക, അതൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. സോ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം, ഡിസൈൻ ഓഫ് ഫിൽറ്റർ യൂണിറ്റ്സ്. സോ ടു ഡിസൈൻ ഫിൽറ്റർ യൂണിറ്റ്സ്, നമ്മളിത് സ്ലോ സാൻഡ് ഫിൽറ്റർ യൂണിറ്റ്സിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇവിടെ ചെയ്യുക. കാരണം നമുക്കിവിടെ ഫിൽട്രേഷൻ പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മെയിൻലി ചെയ്യുന്ന ഒരു ബാക്ക് വാഷ് ക്ലീനിങ് പ്രോസസ്സ് ഉണ്ട്. ഈ ബാക്ക് വാഷിന്, അതായത് ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ഇതൊരു ഫിൽറ്റർ ടാങ്ക് ആണെന്നറിയാം, ഇതിൻ്റെ അകത്ത് ഫിൽട്രേഷൻ, ഈ വന്ന വെള്ളം കംപ്ലീറ്റ്ലി ഇതിൻ്റെ മുകളിലേക്ക് നിറഞ്ഞു കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിൽ ഈ ടാങ്കിലോട്ട് കയറും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് എന്ത് ചെയ്തു, ഡൗൺവേർഡ് അത് ഇൻഫിൽട്രേറ്റ് ചെയ്ത് പോയി ഫിൽറ്റർ ചെയ്ത് മൂവ് ചെയ്യും. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ഒരു ടോപ്പ് ലെയർ മഡ്ഡി ആയി കിടക്കുന്നത്. അപ്പോൾ ഈ മഡ്ഡി ആയിട്ടുള്ള വാട്ടർ റിമൂവ് ചെയ്യാൻ വേണ്ടി താഴേന്ന് മുകളിലേക്ക് എന്ത് ചെയ്യും, വാട്ടറിനെ കൊണ്ടുവരും. അപ്പോൾ താഴേന്ന് മുകളിലേക്ക് കൊണ്ടുവരുന്ന വാട്ടർ നമ്മൾ ക്ലീൻ വാട്ടർ തന്നെയാണ് കൊണ്ടുവരിക, അതായത് ഫിൽറ്റേർഡ് വാട്ടർ തന്നെയാണ് കൊണ്ടുവരിക. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഓൾറെഡി ഫിൽറ്റർ ചെയ്ത വാട്ടർ യൂസ് ചെയ്യും. അത് എത്രയാണെന്ന് ആദ്യം തീരുമാനിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, എത്ര ടോട്ടൽ. സപ്പോസ് നമുക്ക് ഡിമാൻഡ് ഒരു 100 ലിറ്റർ ആണെന്ന് വെച്ചാൽ 100 ലിറ്റർ ഡെയിലി സപ്ലൈ ചെയ്യണം. പക്ഷേ നമ്മൾ ഒരു 3% വാട്ടർ ഔട്ട് ഓഫ് ദിസ് 100 ലിറ്റർ ഒരു 3% വാട്ടർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അൾട്ടിമേറ്റ്ലി ഔട്ട്പുട്ടായിട്ട് കിട്ടുക എത്രയാണ്, 97 മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഒരു എക്സ്ട്രാ 3% എപ്പോഴും എന്ത് ചെയ്യണം, നമ്മൾ ഫിൽറ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വെള്ളത്തിൽ കൂടുതൽ കരുതിയിട്ട് വേണം ഡിസൈൻ ചെയ്യാൻ. അപ്പോൾ നമ്മൾ ആ ടോട്ടൽ ഫിൽറ്റർ ചെയ്യാൻ പോകുന്ന വാട്ടർ എന്ത് ചെയ്യണം,
3% ടോട്ടൽ ഫിൽറ്റർ ചെയ്യാൻ പോകുന്ന വെള്ളത്തിൻ്റെ ഒരു 3% എന്ത് ചെയ്യും, ബാക്ക് വാഷിന് യൂസ് ചെയ്യുന്നത് കണക്കാക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെയായിരിക്കും, നമുക്ക് 5 ml ആണ് ടോട്ടലി നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ട്രീറ്റ് ചെയ്യേണ്ട വാട്ടർ. അപ്പോൾ ടോട്ടലി നമുക്ക് 5 ml ട്രീറ്റ് ചെയ്താൽ മതിയോ? ഇല്ല, പ്ലസ് ഈ ഒരു 3% കൂടി എടുക്കണം. അപ്പോൾ 5 ml 3% കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് കണ്ടുപിടിക്കുക വാട്ട് ഈസ് ദി ടോട്ടൽ വാട്ടർ that should be filtered per day. So that will be equal to 5 into 1.3%. So not 3, 1.03. This will be equal to 5.15 million liters per day. ഇത്രയും വാട്ടർ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ട്രീറ്റ് ചെയ്യാൻ. ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന ടൈം, അതായത് 24 hours ആണ് ഒരു ഡേ ഉള്ളത്. 24 hours കണ്ടിന്യൂസ്ലി ആ പ്ലാന്റ് നമ്മൾ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഇത്രയും വെള്ളം കിട്ടുമെന്ന് വിചാരിക്കുക. പക്ഷേ ഈ 24 hours ഫുള്ളി ഫോർ ഫിൽട്രേഷൻ പേർപ്പസ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു ടാങ്ക് ഇൻ എ ഡേ ഇറ്റ് ഹാസ് ടു ബി ഗിവൺ ഫോർ ബാക്ക് വാഷ്. അപ്പോൾ ഒരു 30 minutes നമ്മൾ എന്ത് ചെയ്യും, ബാക്ക് വാഷിന് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെന്ന് അസ്യൂം ചെയ്യുക. ബാക്ക് വാഷിന് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ ഈ ഇത്രയും എമൗണ്ട് ഓഫ് വാട്ടർ ഫിൽട്ടർ ചെയ്യാനുള്ള സമയം എത്ര മാത്രമേ ഉണ്ടാവുള്ളൂ, 24ന് ഈ 30 minutes മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ആകെ കിട്ടുന്നത് എത്രയാണ്, 23.5 hours ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്ന ടോട്ടൽ അവേഴ്സ് ഇൻ എ ഡേ. സോ ഫിൽറ്റേർഡ് വാട്ടർ റിക്വയർഡ് പെർ അവർ, അതായത് ഒരു ദിവസം മൊത്തത്തിൽ നമുക്ക് ഇത്രയും വെള്ളം ഫിൽട്ടർ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു അവറിലേക്ക് എത്രമാത്രം നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ യൂഷ്വലി നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ 5.15 ഡിവൈഡഡ് ബൈ 24 ചെയ്യും. ഇവിടെ നമ്മളത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5.15 into 10 power 6 divided by 23.5. So this will be equal to 0.219 million liter per hour. Okay, 0.219 into 10 power 6 liter per hour. ഒരു മണിക്കൂറിനുള്ളിൽ നമ്മൾ ഇത്രയും വാട്ടർ ഫിൽട്ടർ ചെയ്യണം. ഇനി ചെയ്യുന്നത് സ്ലൂസ് ആൻഡ് ഫിൽട്ടർ എങ്ങനെ ഡിസൈൻ ചെയ്തു ആ അതേ അസംഷൻസിൽ തന്നെ നമ്മൾ ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന എന്താണ്, അസ്യൂം ആവറേജ് ഫിൽട്രേഷൻ റേറ്റ് ഓഫ് 5000 liter per hour per meter square. ഫിൽട്രേഷൻ റേറ്റ് അത്രയും അസ്യൂം ചെയ്യുക. അങ്ങനെ ആവുമ്പോൾ എന്തായിരിക്കും നമ്മുടെ ഫിൽറ്റർ ഏരിയ വിൽ ബി ഈക്വൽ ടു total water to be filtered, total quantity of water to be filtered divided by rate. So this will be equal to 0.219 into 10 power 6 divided by filtration rate is 5000. രണ്ടും ഒരേ യൂണിറ്റ് ആണ്, ഒന്ന് ലിറ്റർ പെർ അവർ, അടുത്ത് ലിറ്റർ പെർ അവർ പെർ മീറ്റർ സ്ക്വയർ. So we will get the answer in meter square. So the answer will be equal to 43.83 meter square. അപ്പം നമ്മൾ ടാങ്കിൻ്റെ ഏരിയ, നമ്മൾ കൊടുക്കേണ്ട ടാങ്കിൻ്റെ ഏരിയ എത്രയാണ്, 43.83 meter square. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, നമ്മൾ assume the length, right? Assume the length. അപ്പോൾ ലെങ്ത് അസ്യൂം ചെയ്യുന്നത് എത്രയായിരിക്കണം, ലെങ്ത് അസ്യൂം ചെയ്യുമ്പോൾ ഇങ്ങനെ അസ്യൂം ചെയ്യുക, അസ്യൂം ലെങ്ത് ഈസ് ഈക്വൽ ടു L ഈക്വൽ ടു 3/4, സോറി 4/3b. ഓക്കെ, 4/3b വരുമ്പോൾ 1.33 ഒക്കെ വരും. അപ്പോൾ നമുക്ക് അറിയാം എത്ര റേഞ്ച് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, L എടുക്കുക, 1.25 to 1.35 വരെ എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ 43.83 meter square ടോട്ടൽ ഫിൽട്ടർ ഏരിയ ആണ്. വേണമെങ്കിൽ നമുക്ക് 2 ടാങ്കായിട്ട് അതിനെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു റേഷ്യോയിൽ എന്ത് ചെയ്യുക, നമ്മൾ 2 ഫിൽറ്റർ യൂണിറ്റ് എടുക്കുന്നുണ്ട് എന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, അപ്പോൾ 2 ഫിൽറ്റർ യൂണിറ്റ് ഉണ്ട് ഇൻറ്റു L ഇൻറ്റു ബി ഇൻറ്റു ഏരിയ, അതായത് 2 ഫിൽറ്ററിൻ്റെ ഏരിയയാണ് എന്ത് മൊത്തത്തിൽ 43.83. അപ്പോൾ 2 into 4/3b into b is equal to 43.83. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, b is equal to 4.05 meter കിട്ടും, അല്ലെങ്കിൽ b is equal to 4 meter എടുക്കുക. So L is equal to 4/3 into 4, that will be equal to 5.5 meter എടുക്കുക. അപ്പോൾ ഇത് രണ്ടും കൂടി L into b എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2 into L into b എടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഏരിയ നമുക്ക് കിട്ടുക 44 meter square ആണ്. അപ്പോൾ നമ്മൾ ഈ എടുത്തിരിക്കുന്ന ഏരിയയിൽ നിന്ന് തമ്മിൽ വലിയൊരു ഡിഫറൻസ് ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് L equal to 5.5ഉം b equal to 4 meterഉം എടുക്കാൻ പറ്റും. നിങ്ങൾ ഈ വീഡിയോ പോസ് ചെയ്തിട്ട് ഇതുവരെയുള്ള കാൽക്കുലേഷൻസ് ചെയ്ത് നോക്കി എങ്ങനെയാണ് ഇത് എടുക്കുന്നത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക്
പോവുക. അപ്പോൾ നമ്മളിവിടെ സൈസ് ഡിറ്റർമിൻ ചെയ്തു. So we got the answer as 2 filters of total area 44 meter square with size of each unit as 5.5 by 4 meter. 5.5 by 4 meter. അപ്പോൾ നമ്മുടെ ഫിൽറ്ററിൻ്റെ ഡിസൈൻ ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് ഏതാ ഡിസൈൻ ചെയ്യേണ്ടത്? സെക്കൻഡ് സ്റ്റെപ്പാണ് ഡിസൈൻ ഓഫ് അണ്ടർ ഡ്രെയിനേജ് സിസ്റ്റം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. Let us see first what are the items that we have to design under drainage system. So in under drainage system, at the very bottom you will be having a main central pipe which is known as manifold, as you have seen here. Okay, so what you have to do here is you have to find out what is the diameter of this manifold. What will be the length of this manifold? Can you say what is the length of this manifold? Means the length of the manifold will be equal to length of the rapids and filter tank itself. So here length is 5.5 meter. So the length of manifold will be also 5.5 meter. Okay. Then after determining diameter of pipe, or in addition to diameter of pipe, once you know the diameter of pipe, you can know the area of the pipe, or reverse also. If you know the area of the pipe, you can know the diameter of the pipe. So that's about the central manifold. You have to know the diameter and area. Then to this manifold you have lateral pipes which will supply water to this main pipe. So there are n number of pipes over here with regular spacing intervals between each pipes, right? So these lateral pipes, for that lateral pipes you have to know the diameter of the lateral pipe, again area of that lateral pipe, and number of lateral pipes, 1 2 3 4, how much lateral pipes you are placing on both sides. So you need to know the diameter, area and number of lateral pipes also. So once you know the lateral pipes, on these lateral pipes you will be having perforations. Okay, so you need to know what is the diameter of the perforation, again what is the area of perforations, and like that from one lateral to all these total laterals, what is the total number of perforations that you have to give, or in a pipe, in a lateral pipe, how much number of perforations you have to give, എത്ര ഹോളുകൾ കൊടുക്കേണ്ടി വരും, ആ number of perforations നമുക്കറിയണം. അപ്പോൾ നമുക്ക് diameter of main pipe അറിയണം, അതിൻ്റെ ഏരിയ അറിയണം, അതേപോലെ diameter of lateral pipe അറിയണം, അതിൻ്റെ ടോട്ടൽ ഏരിയ അറിയണം, അതേപോലെ എത്ര ലാറ്ററൽസ് ഉണ്ട് രണ്ട് സൈഡിലും, ആ സെൻട്രൽ പൈപ്പിൻ്റെ രണ്ട് സൈഡിലും എത്ര ലാറ്ററൽസ് ഉണ്ട്, അത് തമ്മിലുള്ള സ്പേസിങ്ങും അറിയണം. ഓക്കെ, സ്പേസിങ്ങും അറിയണം. അതുകൂടാതെ നമുക്ക് ഈ ഓരോ ലാറ്ററലിലും എത്ര പെർഫറേഷൻസ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഡയമീറ്റർ, അതിൻ്റെ ഏരിയ, എത്ര പെർഫറേഷൻസ് ഓൾ ടുഗദർ ആ ടാങ്കിൽ കൊടുത്തിട്ടുണ്ട് എന്ന് അറിയണം. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽസിലേക്ക് നമുക്കൊന്ന് പോവാം. സോ ഫസ്റ്റ്ലി what you have to do is you have to assume the perforations, area of perforations. നമ്മൾ ടോട്ടൽ ഫിൽറ്റർ ഏരിയൻ്റെ 0.3% ആണ് 0.3% ആണ് എന്ത് ഫിൽറ്റർ പെർഫറേഷൻസ് ആയിട്ട് എടുക്കുക. 0.3% ആണ് പെർഫറേഷൻസ് ആയിട്ട് എടുക്കുക. അപ്പോൾ ടോട്ടൽ ഏരിയ ഓഫ് പെർഫറേഷൻ എത്രയും വരും? 0.3% ആണ് അല്ലേ. സോ 0.3 by 100 into area. Area is 44 meter square, or you can directly take it as 4 into 5.5, 4 meter into 5.5 meter, right? 5.5 meter length ആണ്, 4 meter breadth ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ടോട്ടൽ ഏരിയ ഓഫ് പെർഫറേഷൻസ് കാണാൻ പറ്റും. അത് കിട്ടുക 0.066 meter square ആണ്. അപ്പോൾ നമ്മുടെ ഈ ഓരോ ലാറ്ററൽ പൈപ്പിലുള്ള പെർഫറേഷൻസിന്റെ ടോട്ടൽ ഏരിയ ആണ്, എല്ലാ പെർഫറേഷൻസിന്റെയും ടോട്ടൽ ഏരിയ ആണ് എന്ത്
0.066 meter square. അപ്പം area of perforations കിട്ടി. Okay. ഇനി നമ്മൾ ഈ പെർഫറേഷൻസിന് ഒരു ജനറൽ ഡയമീറ്റർ അസ്യൂം ചെയ്യുവാണ് 12 mm. Assume 12 mm of diameter perforations. Okay. എന്നിട്ട് നമ്മളിവിടെ പറയാൻ പോകുന്നത് what is the area of laterals, അതായത് ഈ lateral പൈപ്പിന്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓരോ കറസ്പോണ്ടിങ് ഒരു പെർഫറേഷന്റെ ഏരിയ അറിയെങ്കിൽ ആ lateral പൈപ്പിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ this will be equal to twice the area of perforations. This will be equal to twice the area of perforations. അപ്പോൾ lateralന്റെ ഏരിയ എന്ന് പറയുന്നത് പെർഫറേഷൻസിന്റെ ഏരിയയുടെ ഡബിൾ ആണ്. ഓക്കെ, ആ ഒരു അസംഷൻസ് ആണ് യൂസ് ചെയ്യുക. അതേപോലെ ഏരിയ ഓഫ് മാനിഫോൾഡ് എന്ന് പറയുന്നത് ഇതിന്റെ ഡബിൾ ആണ്, ഏരിയ ഓഫ് ലാറ്ററലിന്റെ ഡബിൾ ആണ്. ഇങ്ങനെ രണ്ട് അസംഷൻസ് ആണ് നമ്മൾ എടുക്കുക. തുടക്കത്തിൽ നമ്മൾ ഡയമീറ്റർ ഓഫ് പെർഫറേഷൻസ് 12 mm എടുത്തു. അതിനുശേഷം നമ്മൾ പറയുന്ന ലാറ്ററലിന്റെ ഏരിയ എന്ന് പറയുന്നത് ഡബിൾ ഓഫ് ഏരിയ ഓഫ് പെർഫറേഷൻസ് ആണ്. മെയിനിന്റെ ഏരിയ എന്ന് പറയുന്നത് ഡബിൾ ഓഫ് ഏരിയ ഓഫ് ലാറ്ററൽസ് ആണ്. ഇത്രയും അസംഷൻസ് ആണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ അസംഷൻസ് എടുത്തു എന്താണ്, ഏരിയ ഓഫ് പെർഫറേഷൻ, ഡയമീറ്റർ ഓഫ് പെർഫറേഷൻ 12 mm ആണ്. ടോട്ടൽ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ലാറ്ററൽ ഈസ് ട്വൈസ് ഓഫ് ഏരിയ ഓഫ് പെർഫറേഷൻസ്. അപ്പം നമുക്ക് ഏരിയ ഓഫ് laterals കണ്ടുപിടിച്ചൂടെ? ഏരിയ ഓഫ് laterals is equal to twice of area of perforation. So this will be equal to twice into 0.066 ആണല്ലോ. So this will be equal to 0.132 meter square. ഏരിയ ഓഫ് പെർഫറേഷനിൽ നിന്ന് നമ്മൾ ഏരിയ ഓഫ് ലാറ്ററൽ കണ്ടുപിടിച്ചു. ഇനി ഏരിയ ഓഫ് മെയിൻ ഫോൾഡും കണ്ടുപിടിച്ചൂടെ? സോ ഏരിയ ഓഫ് മെയിൻ ഫോൾഡ് will be equal to manifold will be equal to 0.132 into 2. So this is equal to 0.264 meter square. അപ്പം ഇവിടെ ഏരിയ ഓഫ് പെർഫറേഷൻസ് കണ്ടുപിടിച്ചു, അതിന്റെ ഡബിൾ ആയിട്ട് ഏരിയ ഓഫ് ലാറ്ററൽ കണ്ടുപിടിച്ചു, അതിന്റെ ഡബിൾ ആയിട്ട് ഏരിയ ഓഫ് മാനിഫോൾഡ് കണ്ടുപിടിച്ചു. ഇത് 3 ഏരിയാസ് കിട്ടി, അതിന്റെ കറസ്പോണ്ടിങ് ഡയമീറ്റർ കണ്ടുപിടിക്കാൻ പ്രശ്നമില്ലല്ലോ. അപ്പൊ നമ്മൾ ഇങ്ങനെ പോയ ഡയമീറ്റർ ഓഫ് പെർഫറേഷൻ ടു ഏരിയ ഓഫ് പെർഫറേഷൻ, then to area of laterals, then to area of manifold. Now we are going to find out what is the diameter of manifold. അപ്പൊ diameter of manifold കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത്, let us assume that you have let us take diameter of manifold as dm. Okay, so here we can write it as area of manifold equal to pi by 4 dm square is equal to 0.264. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് diameter of manifold കണ്ടുപിടിച്ചൂടെ? So what is the diameter of manifold? So diameter of manifold will be equal to 0.58 meter. അപ്പോൾ നമുക്ക് ഇവിടെ diameter of manifold കിട്ടി. ഓക്കെ, ഈ സെൻട്രൽ പൈപ്പിന്റെ ഡയമീറ്റർ കിട്ടി. ഇനി നമുക്ക് എന്താ ചെയ്യണ്ടേ? തിരിച്ച് എത്ര ലാറ്ററൽസ് ഉണ്ട് നോക്കണം, ലാറ്ററൽസിന്റെ ഡയമീറ്റർ നോക്കണം, ലാറ്ററൽസിന്റെ ഏരിയ നോക്കണം. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ആ തന്നിരിക്കുന്ന സെൻട്രൽ പൈപ്പിന് രണ്ടു വശത്തേക്ക് നമ്മൾ ഈക്വൽ സ്പേസിങ്ങിൽ ലാറ്ററൽസ് കൊടുക്കും. ഓക്കെ, അപ്പൊ ആ ലാറ്ററൽസ് തമ്മിലുള്ള സ്പേസിങ് നമ്മൾ അസ്യൂം ചെയ്തെടുക്കുകയാണ്. ലെറ്റ് ദാറ്റ് സ്പേസിങ് ബി 15 സെന്റിമീറ്റർ. ഓക്കെ, ഈ ടോട്ടൽ ലെങ്ത് എത്രയാണ്? ഈ ടോട്ടൽ ലെങ്ത് ഓഫ് ഫിൽറ്റർ ടാങ്ക് ആണ് 5.5 മീറ്റർ ആണ്. ഓക്കെ, അതില് നമ്മൾ എന്ത് ചെയ്യുന്നു? 60 സെന്റിമീറ്റർ മെയിൻ പൈപ്പ് കൊടുക്കുന്നു. എന്നിട്ട് ആ 16 സെന്റിമീറ്റർ മെയിൻ പൈപ്പിന്റെ ലെങ്ത്തും 5.5 മീറ്റർ ആണ്. എന്നിട്ട് അതിലേക്ക് ലാറ്ററൽസ് കൊടുക്കുകയാണ് വിത്ത് 15 സെന്റിമീറ്റർ സ്പേസിങ്. അങ്ങനെയാണെങ്കിൽ മൊത്തം 5.5 ലെങ്ത്തിൽ എത്ര ലാറ്ററൽസ് നമുക്ക് കൊടുക്കാൻ പറ്റും? 5.5 മീറ്റർ ആണ്. സോ 5.5 മീറ്ററിൽ നമുക്ക് സെന്റിമീറ്ററിലേക്ക് മാറ്റണം. 1 into 100 divided by 15 സെന്റിമീറ്റർ സ്പേസിങ്. 15 സെന്റിമീറ്റർ is equal to 37.
അതായത് ഒരു വശത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 37 laterals ഒരു വശത്ത് കൊടുക്കാൻ പറ്റും. അതേപോലെ ഇപ്പുറത്തെ വശത്തും കൊടുത്തൂടെ? ഈ മൊത്തം 5.5 മീറ്ററിൽ 15 സെന്റിമീറ്റർ സ്പേസിംഗിൽ ഒരു സൈഡിൽ 37, അതേപോലെ ഇപ്പുറത്തും 37. അപ്പൊ 37 രണ്ട് വശത്തേക്ക് വരുമ്പോഴേക്കും ടോട്ടൽ number of laterals will be equal to 37 into 2 equal to 74 laterals. അപ്പോൾ ഒരു ഫിൽറ്റർ യൂണിറ്റിൽ ഒരു സെൻട്രൽ പൈപ്പിന്റെ രണ്ട് വശത്തും കൂടിയിട്ടുള്ളതാണ് ഈ 74 laterals. ഇനി ഈ 74 lateralsന്റെയും ലെങ്ത് അറിയണം. ഇത് എത്രയാണ് അതിന്റെ ലെങ്ത് എന്ന് അറിയണം. രണ്ട് വശത്തേക്കുള്ള ഈ ലെങ്ത് എത്രയാണെന്ന് അറിയണം. ലെങ്ത് അറിയണമെങ്കിൽ നമുക്ക് ഈ വശത്തെ ടോട്ടൽ ലെങ്ത് അറിയാം. ഫിൽറ്റർ ടാങ്കിന്റെ എത്രയായിരുന്നു? 4 മീറ്റർ ആണ്. ഓക്കെ, ആ 4 മീറ്ററിൽ 60 സെന്റിമീറ്റർ എന്തായി മാറി? ഡയമീറ്റർ ഓഫ് മെയിൻ പൈപ്പ് അല്ലെ? അപ്പൊ ഇത്ര പോർഷൻ നമുക്ക് ലാറ്ററൽസിന് യൂസ് ചെയ്യുന്നില്ല, 60 സെന്റിമീറ്റർ യൂസ് ചെയ്യുന്നില്ല. ബാക്കി എത്രയാണ്? 3.5 മീറ്റർ എന്ത് ചെയ്യുന്നുള്ളൂ? 3.4 മീറ്റർ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? ലാറ്ററൽസിന്റെ ലെങ്ത്തിനായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ രണ്ട് വശത്തേക്കും കൊടുക്കുമ്പോൾ ലാറ്ററലിന്റെ ലെങ്ത് എത്രയായിരിക്കും? 3.4 divided by 2. അപ്പൊ നമുക്കിവിടെ ലെങ്ത് ഓഫ് ഈച്ച് ലാറ്ററൽ ക്യാൻ ബി ടേക്കൺ ആസ് ദിസ് ഈസ് ഈക്വൽ ടു 4 minus 0.6. അത്രയും ലെങ്ത് നമുക്ക് ലാറ്ററൽസിന് ഉള്ളൂ. അപ്പൊ രണ്ട് വശത്തേക്കും കൊടുക്കുമ്പോൾ ഡിവൈഡഡ് ബൈ 2, സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1.7 മീറ്റർ. ഇനി ചെയ്യാനുള്ളത്, അപ്പൊ നമുക്ക് ഇവിടെ 1.7 മീറ്ററിലുള്ള ലാറ്ററൽസ് 74 ലാറ്ററൽസ് ഉണ്ട്. ഓക്കെ, സെൻട്രൽ പൈപ്പ് ഉണ്ട്, അതിന്റെ രണ്ട് വശത്തും കൂടി 74 ലാറ്ററൽസ് ഉണ്ട്. ആ ഓരോ ലാറ്ററൽസിന്റെയും ലെങ്ത് 1.7 മീറ്റർ ആണ്. അതിന്റെ സ്പേസിങ് 15 സെന്റിമീറ്റർ ആണ്. ഇനി ഈ ലാറ്ററൽസിന്റെ മുകളിലാണ് എന്ത്? പെർഫറേഷൻസ് കൊടുക്കുന്നത്. എത്ര പെർഫറേഷൻസ് കൊടുക്കുന്നു നമുക്കറിയില്ല. അല്ല, that perforations be n. Let the total number of perforations be n. ഈ പെർഫറേഷൻസിന്റെ ഡയമീറ്റർ നമ്മൾ മുന്നേ സൂചിപ്പിച്ചിരുന്നു. എത്രയാണ്? നമ്മൾ നേരത്തെ കൊടുത്തിരുന്നു. See here, diameter of perforations is equal to 12 mm. Okay, ആ total 12 mm perforations, 12 mm diameter ഉള്ള perforations നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. എത്ര എണ്ണം കൊടുക്കുന്നത് നമുക്ക് അറിയില്ല. അപ്പൊ അത്ര എണ്ണം കൊടുത്തു കഴിഞ്ഞാൽ let it be n. അപ്പൊ n പെർഫറേഷൻസ് നമുക്കുണ്ട്. ഓരോ പെർഫറേഷൻസിന്റെയും ഡയമീറ്റർ 12 mm എന്നറിയാം. ടോട്ടൽ ഏരിയ ഓഫ് പെർഫറേഷൻസ് എത്രയാണെന്നറിയാം? 0.066 മീറ്റർ സ്ക്വയർ ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പെർഫറേഷൻസ്? n കണ്ടുപിടിച്ചൂടെ? അതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ സോ കാൽക്കുലേറ്റിംഗ് n, so n is equal to, so n into area of one perforation എന്ന് പറയുന്നത് pi by 4 d square, that is pi by 4 into 12 square, 12 mm ആണ്. So into 10 raised to minus 3 square, that is minus 6. This is equal to area of perforation. Area of perforation is 0.066. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത n കിട്ടും. n equal to 584. അപ്പൊ ആ മൊത്തം 44 മീറ്റർ സ്ക്വയറിൽ നമുക്ക് ഓരോ 74 ലാറ്ററൽസിലും കൂടി നമുക്ക് എത്ര പെർഫറേഷൻസ് ഉണ്ടാവും? 584 പെർഫറേഷൻസ് ഉണ്ട്. അപ്പൊ 74 ലാറ്ററൽസും കൂടിയിട്ടാണ് 584 ലാറ്ററൽസ്. അപ്പം ഒരു ലാറ്ററലിലുള്ള പെർഫറേഷൻ കണ്ടുപിടിച്ചൂടെ? അതെങ്ങനെ കണ്ടുപിടിക്കും? ദാറ്റ് വിൽ ബി ഈക്വൽ ടു 584 ഡിവൈഡഡ് ബൈ 74. സോ ദിസ് ഈസ് ഈക്വൽ ടു 7.9. അപ്പൊ 7.9 എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പെർഫറേഷൻസ് എടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എടുക്കും 8 നമ്പേഴ്സ്. അപ്പൊ ഒരു ലാറ്ററലിലുള്ള പെർഫറേഷന്റെ എണ്ണം എത്രയാണ്? 8 നമ്പർ. അതായത് 1.7 മീറ്റർ ലാറ്ററലിൽ നമുക്ക് 8 പെർഫറേഷൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പം ഒരു ലാറ്ററലിൽ 8 പെർഫറേഷൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ഏരിയ ഓഫ് പെർഫറേഷൻസ് പെർ ലാറ്ററൽ? ഏരിയ ഓഫ് പെർഫറേഷൻസ് പെർ ലാറ്ററൽ. ഒരു ലാറ്ററലിൽ സപ്പോസ് ഇഫ് ഐ ഡ്രോ ദാറ്റ് ലാറ്ററൽ ഇറ്റ്സെൽഫ്, let this be 1.7 meter. ഇതാണ് ഒരു ലാറ്ററൽ എന്ന് വെച്ചോ. അതിന്റെ മുകളിൽ 1 2 3 4 5 6 7 8 ലാറ്ററൽ ഉണ്ട്, 8 പെർഫറേഷൻസ് ഉണ്ട്. ആ ടോട്ടൽ ആ ഒരു ലാറ്ററലിലെ ഏരിയ ഓഫ് പെർഫറേഷൻസ് എത്രയായിരിക്കും? ദാറ്റ് വിൽ ബി ഈക്വൽ ടു 8 into pi by 4 dp square, right? Diameter of perforation. അപ്പം into 12 സ്ക്വയർ വരും. അപ്പം നമുക്കത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 904.8 mm സ്ക്വയർ ആണ്.
ഓക്കെ 904. ഇത് എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഏരിയ ഓഫ് പെർഫറേഷൻസ് ഒരു ലാറ്ററലിന്റെ ഏരിയ പെർഫറേഷൻസിന്റെ ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ ആ ലാറ്ററലിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് പെർഫറേഷൻസ് പെർ ലാറ്ററൽ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് അടുത്തത് എന്ത് കണ്ടുപിടിക്കാം, ഏരിയ ഓഫ് ഈച്ച് ലാറ്ററൽ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഏരിയ ഓഫ് ഈച്ച് ലാറ്ററൽ നമ്മൾ നേരത്തെ പറഞ്ഞു ട്വൈസ് ദ ഏരിയ ഓഫ് പെർഫറേഷൻസ് ആണ്. അപ്പൊ ഇവിടെ എത്ര കിട്ടും നമുക്ക്, ട്വൈസ് ദ ഏരിയ ഓഫ് പെർഫറേഷൻസ് എന്ന് പറയുമ്പോൾ 2 into 904.8 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 1809.6 മീറ്റർ സ്ക്വയർ. അപ്പോൾ നമുക്ക് ഇവിടെ ഡയമീറ്റർ ഓഫ് പെർഫറേഷൻസ് 12 mm എന്നറിയാം. അങ്ങനെയുള്ള ഒരു ലാറ്ററലിലുള്ള 8 പെർഫറേഷൻസ് ഉണ്ട്. അപ്പം ഏരിയ ഓഫ് പെർഫറേഷൻസ് കിട്ടി. ഏരിയ ഓഫ് പെർഫറേഷൻസ് കിട്ടി, അതിന്റെ ഡബിൾ ആണ് ഏരിയ ഓഫ് ലാറ്ററൽ എന്നറിയാം. നേരത്തെ നമ്മൾ പറഞ്ഞത് മൊത്തം ടാങ്കിന്റെ ആയിരുന്നു, ഇപ്പൊ ഒരു ലാറ്ററലിന്റെ ആണ് മാത്രമാണ് എടുക്കുന്നത്. അപ്പോഴായാലും സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ്. അപ്പൊ ഏരിയ ഓഫ് ലാറ്ററൽ കിട്ടിക്കഴിഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ലാറ്ററൽ കിട്ടിക്കൂടെ, നമുക്ക് ഡയമീറ്റർ ഓഫ് ലാറ്ററൽ എത്രയാണെന്ന് അറിയില്ല. അപ്പൊ ഡയമീറ്റർ ഓഫ് ലാറ്ററൽ ആണ് ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ഡയമീറ്റർ ഓഫ് ലാറ്ററൽ വിൽ ബി ഈക്വൽ ടു, so pi by 4 d square is equal to 1809.6 millimeter square ആണ്. അപ്പൊ ഇതിൽ നിന്ന് ഡയമീറ്റർ ഓഫ് ലാറ്ററൽ എത്ര കിട്ടും, this is equal to 48 mm കിട്ടും. ഓക്കെ, ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് ഇവിടെ ഡയമീറ്റർ ഓഫ് ലാറ്ററൽ 48 mm കിട്ടി. അപ്പൊ നമുക്കത് വേണമെങ്കിൽ ഒരു 50 mm കൊടുക്കാം. ഓക്കെ, അപ്പൊ 50 mm ലാറ്ററൽസ് ലെങ്ത് ഉള്ള ലാറ്ററല് എത്രയാണ് അതിന്റെ സ്പേസിങ്, 15 സെന്റിമീറ്റർ സ്പേസിങ് വിത്ത് എത്രയാണ് നമ്മൾ അതിന്റെ ലെങ്ത് പറഞ്ഞിരുന്നത്, 1.7 മീറ്റർ ലെങ്ത്, റൈറ്റ്. അങ്ങനെയുള്ള എത്ര ലാറ്ററൽസ് ആ 74 laterals, each having 8 perforations. A perforations in the with a dia of 12 mm. ഇത്രയാണ് നമ്മൾ ലാറ്ററൽസ് എന്ന് നമ്മൾ കണ്ടുപിടിച്ചിരുന്നത്. 50 mm ലെങ്തിലുള്ള ലാറ്ററൽ ആണ്, 15 സെന്റിമീറ്റർ സ്പേസിംഗ് ആണ്, അതിന്റെ ലെങ്ത് 1.7 മീറ്റർ ആണ്. അങ്ങനെയുള്ള 74 ലാറ്ററൽ ഉണ്ട്. ഓരോ ലാറ്ററലിലും 8 പെർഫറേഷൻസ് ഉണ്ട്. പെർഫറേഷൻസിന്റെ ഡയമീറ്റർ 12 mm ആണ്. ഇൻ അഡീഷൻ ടു ദിസ് വൺ വി ഹാവ് ഫൗണ്ട് ഔട്ട് മാനിഫോൾഡ് ഡയമീറ്റർ ആസ് 0.58 മീറ്റർ, സെൻട്രൽ പൈപ്പിന്റെ ഡയമീറ്റർ. ഓക്കെ, വിച്ച് ഹാവ് എ ലെങ്ത് ഓഫ് 5.5 മീറ്റർ. അപ്പൊ ഇത്രയും ആയാല് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് ഓഫ് റാപ്പിഡ്സ് ആൻഡ് ഫിൽറ്റർ ഡിസൈൻ കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് വാഷ് വാട്ടർ ട്രഫിന്റെ ഡിസ്ചാർജ് ആൻഡ് വെലോസിറ്റി കാൽക്കുലേഷൻ ആണ്. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. For the design of wash water discharge and velocity, first let us see what a wash water trough is. So see here, this is the wash water trough. Okay, so here in this figure you can see the troughs, the same trough here I have shown it over here. Okay, so whenever we pass water through this wash water trough, first that water will be coming through this manifold, then lateral, then perforation, then through the gravels, then through the sand, then it will disturb the topmost sediment deposit. sediment deposit ne disturb ചെയ്ത് sediments ne അടക്കം wash ചെയ്തിട്ടാണ് ഈ ട്രഫിലേക്ക് വീഴുക. ഇത് വാഷ് വാട്ടർ കൊടുക്കുന്നത് നമ്മൾ ആ ഫിൽട്ടർ ബെഡ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ റിവേഴ്സ് ഡയറക്ഷനിലാണ് ഫ്ലോ ഉണ്ടാവുക. അപ്പൊ റിവേഴ്സ് ഡയറക്ഷനിൽ ഫ്ലോ ഉണ്ടാകുമ്പോൾ നമ്മൾ അത്രയും കെയർ കൊടുത്തിട്ട് വേണം ഈ വാല്യൂ അസ്യൂം ചെയ്ത് കൊടുക്കാൻ. കാരണം ഇറ്റ് ഷുഡ് നോട്ട് ക്യാരി ഓവർ ഗ്രേവൽസ് ഓർ സാൻഡ് അലോങ് വിത്ത് ദറ്റ് വാട്ടർ. സോ അസ്യൂം ദ റേറ്റ് ഓഫ് വാഷിംഗ് ആസ് 60 സെന്റിമീറ്റർ പെർ മിനിറ്റ്. അങ്ങനെയാണെങ്കിൽ വാഷ് വാട്ടർ റേറ്റ് പെർ അവർ, അതായത് ഇൻ ടേംസ് ഓഫ് മീറ്റർ ക്യൂബ് പെർ
hour per meter square ഒന്ന് represent ചെയ്യും. ഈ സെയിം മാറ്റർ തന്നെ നമ്മൾ മിനിറ്റിന് ഒന്ന് കൺവേർട്ട് ചെയ്ത് മീറ്റർ സ്ക്വയറിലേക്ക് അവറിലേക്ക് മാറ്റുന്നു, സെന്റിമീറ്ററിനെ കൺവേർട്ട് ചെയ്ത് മീറ്ററിലേക്ക് മാറ്റുന്നു. മീറ്റർ ക്യൂബ് പെർ മീറ്റർ സ്ക്വയർ വിൽ റിസൾട്ട് ഇൻ ടു മീറ്റർ. അപ്പോൾ അത് ചെയ്ത് നോക്കുവാണെങ്കിൽ 0.660 സെന്റിമീറ്ററിനെ മീറ്ററിലേക്കാക്കി ഇൻറ്റു 6 മിനിറ്റിന് അവറിലേക്കാക്കുമ്പോൾ ഇൻറ്റു 60. സോ ദിസ് വിൽ ബി ഈക്വൽ ടു for one area unit square area, so into 1, so this will be equal to 36 meter square per hour, meter cube per hour per meter square. അപ്പോൾ ഇതാണ് നമ്മൾ കൊടുക്കാൻ പോകുന്ന വാഷ് വാട്ടർ റേറ്റ്. അപ്പം നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരു ഫിൽറ്ററിൻ്റെ അകത്തേക്കുള്ള വാഷ് വാട്ടർ വോളിയം എത്രയായിരിക്കും അല്ലെങ്കിൽ ഡിസ്ചാർജ് എത്രയായിരിക്കും എന്ന് നോക്കാം. അപ്പം നമുക്ക് തന്നിരിക്കുന്ന വാഷ് വാട്ടർ റേറ്റ് ഇത്രയാണ്, 36 മീറ്റർ ക്യൂബ് പെർ അവർ പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ അത് ഒരു ടോട്ടൽ ഫിൽറ്റർ ബെഡിലേക്ക് കൊടുക്കുകയാണ്. ഒരു ഫിൽറ്റർ ബെഡിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 4x5.5 ആണ്. അപ്പോൾ അതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് നമുക്ക് കിട്ടാൻ പോകുന്ന ഡിസ്ചാർജ് ഇൻ വൺ ഫിൽറ്റർ നമുക്ക് കാണാൻ പറ്റും. സോ ദിസ് ഈസ് ഈക്വൽ ടു 0.22 meter cube per second. Again ഇവിടെ അവറിനെ സെക്കൻഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഫിൽറ്ററിലേക്ക് വരുന്ന വാഷ് വാട്ടർ ഡിസ്ചാർജിന്റെ എമൗണ്ട് ഇത്രയാണ്. ഇനി അതേ ഡിസ്ചാർജ് നമ്മുടെ ലാറ്ററൽസിൽ അതിനുള്ള വെലോസിറ്റി എത്രയാണ് ചെക്ക് ചെയ്യണം. മെയിൻ സെൻട്രൽ പൈപ്പിനുള്ള വെലോസിറ്റി എത്രയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അത് രണ്ടും ചെക്ക് ചെയ്യുവാണെങ്കിൽ ഹിയർ ദ ഡിസ്ചാർജ് ഇസ് ദിസ് മച്ച്. സോ ലാറ്ററൽസിലേക്കൂടെ പോകുമ്പോൾ 0.22 ഡിവൈഡഡ് ബൈ നമുക്ക് എത്ര ലാറ്ററൽസ് ഉണ്ട്, 74 അല്ലേ. അപ്പോൾ അതിൻ്റെ ഏരിയ, ഓരോ ലാറ്ററലിൻ്റെ ഏരിയ എന്ന് പറയുന്നത് π/4 d സ്ക്വയർ. ഡി എത്രയാണ് നമ്മളെടുത്തത്, 50 mm ആയിരുന്നു എടുത്തിരുന്നത്. സോ 0.050 സ്ക്വയർ, 50 mm എടുത്തോണ്ടാണ്. So this will be equal to 1.514 meter per second. ലാറ്ററലിലുള്ള അതിൻ്റെ വെലോസിറ്റി ഇത്രയായിരിക്കും. അതേപോലെ നമ്മൾ മാനിഫോൾഡിലുള്ള വെലോസിറ്റിയും കൂടി കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ സോ 0.22 ഡിവൈഡഡ് ബൈ അവിടെ ഒരു സെൻട്രൽ പൈപ്പേ ഉള്ളൂ. സോ 0.5/4 ഇൻറ്റു അവിടുത്തെ കൊടുത്തിരിക്കുന്ന മെയിൻ സെൻട്രൽ പൈപ്പിൻ്റെ ഡയമീറ്റർ എത്രയാണ്, നമ്മൾ 0.58 മീറ്റർ കൊടുത്തിരുന്നത്, അത് കൊടുക്കുക, അല്ലെങ്കിൽ റൗണ്ട് ഓഫ് ചെയ്ത് 0.6 മീറ്റർ കൊടുക്കുക. അങ്ങനെയാണ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഇത് 0.78 മീറ്റർ പെർ സെക്കൻഡ്. ഇനി ഏത് കൊടുത്തു കഴിഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ, ബിക്കോസ് വി ആർ ഗോയിങ് ടു ചെക്ക് വെദർ ദിസ് ഈസ് വിതിൻ ദ റേഞ്ച് ഓഫ് 1.8 മീറ്റർ പെർ സെക്കൻഡ്. രണ്ടും ഇതിനെക്കാട്ടി ലെസ് ദാൻ ആണ്. സോ ദിസ് വെലോസിറ്റി ഓർ ദിസ് വാഷ് വാട്ടർ റേറ്റ് വാട്ട് എവർ വി അസ്യൂംഡ് ഈസ് സേഫ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് വാഷ് വാട്ടർ ഡിസ്ചാർജ് ആൻഡ് വെലോസിറ്റി കാൽക്കുലേഷനിൽ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് 3 അവിടെ കഴിഞ്ഞു. ഇനി ചെയ്യാനുള്ളത് സ്റ്റെപ്പ് 4 ആണ്, വാഷ് വാട്ടർ ട്രഫിൻ്റെ ഡിസൈൻ. അതായത് ഈ ഒരു ട്രഫ് പോർഷൻ്റെ ഡിസൈൻ ചെയ്യണം. അപ്പം ഈ ഒരു ട്രഫ് പോർഷൻ ഡിസൈൻ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എന്താണ് ഇത് ഇങ്ങനെ ഒരു ട്രഫ് ഡിസൈൻ ചെയ്യുന്നതിനുള്ള ബെനിഫിറ്റ് അതൊന്ന് ജസ്റ്റ് കാണാം. അപ്പോൾ ഇവിടെ ഇത് ഓൾറെഡി ഫിൽട്രേഷൻ നടന്നു കഴിഞ്ഞ്, അതായത് വെള്ളം ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ ടോപ്പ് മോസ്റ്റ് ലെയറിൽ അത്യാവശ്യം സെഡിമെന്റ്സ് നമുക്കിപ്പോൾ ഇവിടെ കാണുന്നില്ല, ക്ലിയർ വാട്ടർ ആണ് പോലും. ഈ ഇവിടെ ഉള്ള ടോപ്പ് ലെയർ സാൻഡിൽ നല്ലോണം സെഡിമെന്റ് ഡെപ്പോസിഷനും ഉണ്ട്. ആൽഗയുടെ റിയാക്ഷൻ ഒക്കെ കഴിഞ്ഞ് ഡെഡ് സെൽസ് ഒക്കെ ആയി കഴിഞ്ഞെടുക്കുന്ന ഒരു ഫിലിം, ആ ഫിലിമിന്റെ കപ്പാസിറ്റി ആക്ടിവിറ്റി ഒക്കെ സാച്ചുറേഷൻ കഴിഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേജിൽ നമ്മൾ റിവേഴ്സ് വാഷ് വാട്ടർ പ്രോസസ്സ് കൊടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടി ഏറ്റവും ആദ്യം ചെയ്യുന്നത് നമ്മൾ കംപ്രസ്ഡ് എയർ കൊടുക്കും. അപ്പോൾ കംപ്രസ്ഡ് എയർ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, താഴേന്ന് മുകളിലോട്ടാണ് കംപ്രസ്ഡ് എയർ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കംപ്രസ്ഡ് എയർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എയർ ബബിൾസ് മുകളിലോട്ട് പൊങ്ങി വരുന്നത്. അപ്പോൾ ഇവിടെ ജസ്റ്റ് തുടങ്ങി വെക്കുന്നതാണ് ഇത്, അത് നന്നായിട്ട് വരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് എയർ ബബിൾസ് മെല്ലെ വരാൻ തുടങ്ങിയിരിക്കുന്നു ഈ ഒരു പോർഷനൊക്കെ. അപ്പോൾ ഇത് നന്നായിട്ട് നല്ല സ്പീഡിൽ വരാൻ തുടങ്ങി. അപ്പോൾ ഫസ്റ്റ് ഒരു 5 to 10 minutes ഇങ്ങനെ കംപ്രസ്ഡ് എയർ നമ്മൾ മുകളിലേക്ക് കൊടുക്കും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് മിക്സിംഗ് ഓഫ് ഓൾ ദോസ് സെഡിമെന്റ്സ്, ആ ക്ലോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ബ്രേക്ക് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി മിക്സിങ് നല്ല രീതിയിലായി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അഗെയിൻ ഫിൽറ്റേർഡ് വാട്ടർ, അതായത് ഫിൽറ്റർ ചെയ്ത ക്ലീൻ വാട്ടർ എന്ത് ചെയ്യും, ഈ മൊത്തം മിക്സ് ചെയ്ത് ടർബുലൻ്റ് ആയി കിടക്കുന്ന വാട്ടറിനെ വാഷ് ചെയ്യാൻ കൊടുക്കും. അതിനാണ് ആ വാഷ് വാട്ടർ ട്രഫ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ കംപ്ലീറ്റ് മിക്സിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്താൽ കംപ്ലീറ്റ് മിക്സിങ് ആയി, ഒന്നും കൂടി അത് കാണാൻ പറ്റും നിങ്ങൾക്ക്. എന്താ കംപ്ലീറ്റ് മിക്സിങ് ആയി. ഇനി നമ്മൾ അഡീഷണൽ ഫിൽറ്റേർഡ് വാട്ടർ നമ്മൾ എന്ത് ചെയ്തു, അത് ക്ലീൻ ചെയ്ത് പാസ് ചെയ്യാൻ കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കാണാൻ പറ്റും നിങ്ങൾക്ക് ഇവിടെ
വാട്ടർ ലെവൽ റേസ് ചെയ്ത് വരുന്ന കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ ഒരു സ്ട്രക്ചറിൽ ഈ ഒരു ഡിസൈൻഡ് ഫിൽറ്റർ ടാങ്കിൽ നിങ്ങൾക്ക് ആ അഡീഷണലി കൊടുക്കുന്ന ഫിൽറ്റേർഡ് വാട്ടർ കാണാൻ പറ്റുന്നില്ല. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇവിടെ സൈഡിൽ വേറൊരു ചാനൽ ഉണ്ടാവും, ക്ലിയറിംഗ് വാട്ടർ വരുന്ന ഒരു ചാനൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. രണ്ട് സൈഡിൽ നിന്ന് ക്ലീൻ വാട്ടർ കൊടുക്കുമ്പോൾ ഈ വെള്ളം മൊത്തം എന്ത് ചെയ്യും, മുകളിലേക്കൂടെ വാഷ് ചെയ്ത് താഴേക്ക് പോകും. അപ്പോൾ ഈ ഇങ്ങനെ ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താഴെയുള്ള ബെഡ് ലെയർ 1 meter ഓഫ് സാൻഡ് ലെയറിന് ഒന്നും കേടുപാട് ഒന്നും സംഭവിക്കില്ല. ആ സാൻഡ് അവിടെ തന്നെ ഉണ്ടാവും. ഉള്ളി ദ സെഡിമെന്റ്സ് ആൻഡ് ദ ഡേർട്ടി സ്കിൻ ഫിലം വിൽ ബി റിമൂവ് ഫ്രം ദാറ്റ്. ഓക്കെ, ഇതിങ്ങനെ കംപ്ലീറ്റ് നമ്മൾ ആ വാട്ടർ, ആ 3% വാട്ടർ നമ്മൾ റിസർവ് ചെയ്ത് വെക്കുന്നുണ്ടല്ലോ, ആ 3% വാട്ടർ നമ്മൾ ഈ ഒരു പേർപ്പസിനാണ് യൂസ് ചെയ്യുന്നത്. അത് ക്ലീൻ ചെയ്ത് കംപ്ലീറ്റ്ലി ക്ലിയർ ചെയ്യുമ്പോൾ ക്ലീൻ നല്ല ക്ലിയർ ആയിട്ട് തന്നെ വരും. ഞാൻ ഫുൾ വീഡിയോ ഇവിടെ കാണിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് യൂട്യൂബിൽ കയറി കഴിഞ്ഞാൽ ഫുൾ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു വാഷ് വാട്ടർ ട്രഫ് യൂസ് ചെയ്യുന്നത്. അപ്പം ഒരു ഫിൽറ്റർ ബെഡിൽ നമുക്ക് ഒരു വാഷ് ട്രഫ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, 2 വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ അവിടെ കണ്ടിരിക്കുന്നത് ഒരെണ്ണമാണ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പം നമ്മളിവിടെ ചെയ്യുന്നതിൽ നമ്മളൊരു 3 വാഷ് ട്രഫ് യൂസ് ചെയ്യുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്പേസിങ് ബിറ്റ്വീൻ ദ ട്രഫ്, അതായത് ടോട്ടൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ടാങ്കിൽ, സോ ദിസ് ഈസ് അവർ ടാങ്ക്. ഓക്കെ, ഇത് 5.5 മീറ്റർ ആണ്, ഇത് 4 മീറ്റർ ആണ്. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ ഇവിടെ ഓരോന്നിലും ഓരോ വാഷ് ട്രഫ് കൊടുക്കുകയാണ്. അപ്പം ഇത് തമ്മിലുള്ള സ്പേസിങ് എത്രയാണെന്ന് ആദ്യം നോക്കാം. അപ്പം മൊത്തം 3 എണ്ണമാണ്. അപ്പം 3 എണ്ണം ആകുമ്പോൾ തമ്മിലുള്ള സ്പേസിങ് 4/3 കൊടുത്താൽ മതി. അതായത് 1.33 മീറ്റർ ആയിരിക്കും ഓരോ ട്രഫ് തമ്മിലുള്ള സ്പേസിങ്. ഓക്കെ, ഇനി ഡിസ്ചാർജ് ത്രൂ ഈച്ച് ട്രഫ്, 3 ട്രഫുകൾ മൊത്തം നമുക്ക് ഡിസ്ചാർജ് എത്രയാണ്, 0.22 ആണ് അല്ലേ. അപ്പോൾ ഓരോ ട്രഫിലേക്ക് കൂടി അതിന് നേർ പകുതി കൊടുത്താൽ മതി, നേരെ 1/3 കൊടുത്താൽ മതി, 0.0733 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. അപ്പോൾ ഒരു ട്രഫിലുള്ള ഡിസ്ചാർജ് ഇത്രയാണ്. ഇനി ആ ട്രഫിൻ്റെ വിഡ്ത്തും ഡെപ്തും അറിയണം. അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ നിങ്ങൾ 2 ഇക്വേഷൻസ് ഉണ്ട്. ഇത് സ്റ്റാൻഡേർഡ് നമ്മുടെ MKS സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ്. ആ ഇക്വേഷൻ മാത്രം ഓർത്താൽ മതി. സോ ഹിയർ Q is equal to 1.376 B into y raised to 3/2, where B is the width and y is the depth. അപ്പം B width ആണ്, y depth ആണ്. നമ്മളിവിടെ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ width നമ്മൾ 40 സെന്റിമീറ്റർ അസ്യൂം ചെയ്യുവാണ്. ഈ അസ്യൂം ചെയ്യുന്നതൊക്കെ ഞാനിവിടെ ബ്ലാക്ക് ഫോണ്ടിൽ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാതിരിക്കുക. കാരണം അപ്പോൾ കുറേ നാൾ കഴിഞ്ഞിട്ട് ഇത് എവിടെ നിന്ന് എടുത്തതെന്ന് വീണ്ടും നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ അസ്യൂം ചെയ്യുന്ന ജനറൽ വാല്യൂസ് ആയിട്ട്. അപ്പം B നമ്മൾ 40 സെന്റിമീറ്റർ കൊടുത്തു കഴിഞ്ഞ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുവാണെങ്കിൽ 0.0733 is equal to 1.376 into 0.4 into y raised to 3/2 കിട്ടും. So this implies y is equal to 26 സെന്റിമീറ്റർ നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്താ വിഡ്ത്ത് കിട്ടി 40 സെന്റിമീറ്റർ, ഡെപ്ത് കിട്ടി 26 സെന്റിമീറ്റർ, ഡിസ്ചാർജ് എത്രയാണ് ഒരു ട്രഫിൽ 0.073 മീറ്റർ. ഇനി ഈ ഡെപ്ത് നമ്മൾ ഇങ്ങനെ തന്നെ വെക്കണമെന്നില്ല. സപ്പോസ് സംടൈംസ് ഇറ്റ് മേ ഓവർ സ്പിൽ എന്നുള്ളൊരു സിറ്റുവേഷൻ ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഒരു ഫ്രീ ബോർഡ് 10 സെന്റിമീറ്റർ എക്സ്ട്രാ കൊടുക്കും. അങ്ങനെയാണെങ്കിൽ വൈയുടെ ഡെപ്ത് എത്ര വരും, 36 സെന്റിമീറ്റർ വരും. ഓക്കെ, ഫ്രീ ബോർഡ് 10 സെന്റിമീറ്റർ കൊടുക്കുകയാണെങ്കിൽ ഡെപ്ത് ഓഫ് water trough will be 36 centimeter. So finally we have wash water trough with size 40 centimeter by 36 centimeter. So this is the design of wash water trough. ഇനി സ്റ്റെപ്പ് 5ലേക്ക് പോവാം. 5ൽ എന്താണ് ചെയ്യേണ്ടത്, നമ്മളിപ്പം ഫിൽറ്റർ ടാങ്ക് ഡിസൈൻ ചെയ്തു അല്ലേ. ഫിൽറ്റർ ടാങ്ക് 5.5 മീറ്റർ ഇൻറ്റു 4 മീറ്റർ എന്ന് ഡിസൈൻ ചെയ്തു ഫിൽറ്റർ ടാങ്ക്. അതിനുശേഷം നമ്മൾ എന്താ ചെയ്തേ, അണ്ടർ ഡ്രെയിനേജ് സിസ്റ്റം ചെയ്തു. അതിൻ്റെ അകത്ത് മെയിൻ ഫോൾഡ്, മാനിഫോൾഡ്, ലാറ്ററൽസ്, അത് കഴിഞ്ഞ പെർഫറേഷൻസ്, അതിൻ്റെ ഒക്കെ ഡിസൈൻ നമ്മൾ ചെയ്തു. അത് കഴിഞ്ഞാൽ നമ്മൾ വാഷ് വാട്ടർ ഡിസ്ചാർജ് ആൻഡ് വെലോസിറ്റി കണ്ടു. അതിനുശേഷം അതിൻ്റെ ട്രഫിൻ്റെ ഡിസൈൻ കണ്ടു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന 2 മെയിൻ കാര്യങ്ങളാണ് സാൻഡ് ആൻഡ് ഗ്രേവെലിൻ്റെ ഡെപ്ത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഈസ് സാൻഡ്. അതിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. സോ ഡിറ്റർമിനേഷൻ ഓഫ് ഡെപ്ത് ഓഫ് സാൻഡ്. സോ അതിനു വേണ്ടി നമുക്ക് അറിയാം, നമ്മൾ നേരത്തെ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിനിമം ഡെപ്ത് എത്രയാണ് വേണ്ടത് എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം.
So assume a depth of sand as 60 cm and effective size as 0.55 mm. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മിനിമം ലെങ്ത് അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് സാൻഡ് ആണ്. അത് കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതായത് ക്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത് എത്രയാണ്? ക്യൂ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഫിൽട്രേഷൻ ആണ്. നമ്മൾ റേറ്റ് ഓഫ് ഫിൽട്രേഷൻ ഇനീഷ്യലി നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് 5000 ലിറ്റർ പെർ അവർ പെർ മീറ്റർ സ്ക്വയർ ആണ്. അങ്ങനെയുള്ള രണ്ട് ടാങ്കിലേക്ക് ആകുമ്പോൾ ഇൻറ്റു 2. സോ ദിസ് വിൽ ബി നമ്മൾ 2 ഫിൽറ്റർ യൂണിറ്റ്സ് അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 10,000 ലിറ്റർ പെർ അവർ പെർ മീറ്റർ സ്ക്വയർ. സോ ഇതിനൊന്നും മാറ്റി നമ്മൾ മീറ്റർ ക്യൂബിലേക്ക് മാറ്റുവാണെങ്കിൽ 10 മീറ്റർ ക്യൂബ് പെർ അവർ പെർ മീറ്റർ സ്ക്വയർ ആവും. ഓക്കെ. ഇനി മീൻ ഡയമീറ്റർ 0.6 mm ആണ്. ടെർമിനൽ ലോസ് ഇത് നമ്മൾ അസ്യൂം ചെയ്യുന്നതാണ് കേട്ടോ. 2.5 മീറ്റർ നമ്മൾ അസ്യൂം ചെയ്യുവാണ്. ലെങ്ത് നമുക്കറിയില്ല. ഇത് ബി ഐ എന്നുള്ള ഏറ്റവും മിനിമം വാല്യൂ ആണ് എടുക്കുന്നത്. 4 × 10⁻⁴. അതായത് പുവർ റെസ്പോൺസ് ഓഫ് ഫിൽട്രേഷൻ എന്നുള്ള അസംപ്ഷനിൽ നമ്മൾ ഏറ്റവും മിനിമം വാല്യൂ ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുവാണെങ്കിൽ 10 × 0.6 ക്യൂബ് × 2.5 ഡിവൈഡഡ് ബൈ L. This is equal to 4 × 10⁻⁴ × 29323 കിട്ടും. So this implies L equal to 46 സെന്റിമീറ്റർ കിട്ടും. ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഡെപ്ത് ഓഫ് സാൻഡ് എത്രയാണ് എടുക്കുന്നത്? ഡെപ്ത് ഓഫ് സാൻഡ് ഈസ് ഈക്വൽ ടു 60 സെന്റിമീറ്റർ ആണ് അസ്യൂം ചെയ്തിരിക്കുന്നത് ടോട്ടലി. അതായത് ഇനീഷ്യലി നമ്മൾ എത്ര അസ്യൂം ചെയ്തിരിക്കുന്നത് 60 സെന്റിമീറ്റർ. പക്ഷെ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് എത്രയാണ്? 46. എന്നിരുന്നാലും ഇങ്ങനെ നമുക്ക് മിനിമം റിക്വയർഡ് ആണ് ഈ 46 എന്ന് പറയുന്നത്. നമ്മൾ എടുത്തിരിക്കുന്നത് എത്രയാണ്? 60 ആണ്. അതുകൊണ്ട് നമ്മൾ എടുത്തിരിക്കുന്ന അസംഷനിൽ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ആ അസംഷനുമായിട്ട് മുന്നോട്ട് പോകാം. കാരണം അതിൽ ഈ 46 സെന്റിമീറ്ററിൽ കുറഞ്ഞു കഴിഞ്ഞാലേ പ്രശ്നമുള്ളൂ. സോ ഹിയർ ആസ് പെർ അവർ ഡിസൈൻ the depth of sand is equal to 60 centimeter. അത് തന്നെ അങ്ങോട്ട് എടുക്കാം. ഓക്കെ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് സൈസ് ഗ്രഡേഷൻ ഓഫ് ഗ്രേവൽ അല്ലെങ്കിൽ ഗ്രേവലിന്റെ ടോട്ടൽ ഡെപ്ത് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പൊ അതൊന്ന് ചെയ്തു നോക്കാം. വീഡിയോ നല്ല ലെങ്ത് ആവുന്നുണ്ട് അറിയാം. ഞാൻ അത്യാവശ്യം സ്പീഡ് ആക്കുന്നുമുണ്ട്. എന്നാൽ പോലും അപ്പോൾ സൈസ് ഗ്രഡേഷൻ നമുക്കറിയാം. നമ്മൾ ജനറലി 2 to 40 mm അല്ലെങ്കിൽ 60 mm എടുക്കാം. അപ്പൊ അതിന് വേണ്ടി നമ്മളിവിടെ നമ്മൾ ഇങ്ങനെ തുടക്കത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 to 6 mm ഒരു ലെയർ എടുക്കാം, 6 to 12 mm അടുത്ത ലെയർ എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഓരോ ലെയറിന്റെയും നമ്മൾ ആ 4 ലെയർ ആക്കുന്നുണ്ടെങ്കിൽ ആ ഓരോ ലെയറിന്റെയും ഡെപ്ത് എത്രയാണെന്നുള്ളതിന് അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഈ ഇക്വേഷൻ. L equal to 2.54 K into log D. Okay, where D is the size of the gravel. ഈ K varies from 10 to 14. നമ്മൾ ആവറേജ് വാല്യൂ ആയിട്ട് K equal to 12 എടുക്കും. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ L equal to 30.48 log D എന്ന് കിട്ടും. ഇനി എന്താ ചെയ്യേണ്ടി വെച്ചാൽ നമ്മൾ ഈ ഇക്വേഷനാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. L equal to 30.48 log D. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് 2 to 40 mm സൈസിലുള്ള ഗ്രേവൽ ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 mm സൈസിലുള്ളത് എത്ര ഡെപ്ത് കൊടുക്കും? 2 to 5 റേഞ്ചിൽ വരുന്നത് എത്ര കൊടുക്കും? 5 to 10 റേഞ്ചിൽ വരുന്നത് എത്ര കൊടുക്കും? 10 to 20 ലെയർ വരുന്നത് എത്ര കൊടുക്കും? 20 to 40 ലെയർ വരുന്നത് എത്ര കൊടുക്കും എന്നാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഇക്വേഷനിൽ ഡയറക്റ്റ് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ suppose for the first one, let me try for the first one only. So L equal to 2.54 into K is 12, right? Into log 2. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 9.2 സെന്റിമീറ്റർ കിട്ടും. 9.2 സെന്റിമീറ്റർ. അപ്പോൾ 2 mm സൈസിലുള്ളത് നമ്മൾ എത്ര കൊടുക്കും? 9.2 സെന്റിമീറ്റർ കിട്ടും. ഇനി അപ് ടു 2 to 5, അതായത് ഇത് 2 വരെയുള്ളത് അല്ലെങ്കിൽ നമ്മളിവിടെ മിനിമം എടുക്കാൻ പോകുന്നത് 2 mm സൈസാണ്. അപ്പൊ 2 mm സൈസിന്റെ ഡെപ്ത് ആ ഗ്രേവൽസിന്റെ ഡെപ്ത് എത്രയേ മാക്സിമം വരാൻ പാടുള്ളൂ? 9.2. ഇനി 2 മുതൽ 5 വരെയുള്ളത് ഇൻക്ലൂഡിങ് 2 ആണേ. 2 മുതൽ 5 വരെയുള്ളതിന് നമ്മൾ ഇവിടെ log 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 21.3 കിട്ടും. അപ്പോൾ 9.2 ഓൾറെഡി 2 mm ഗ്രേവലിന് കൊടുത്തു. റിമൈനിങ് എന്ത് ചെയ്യണ്ടു? 2 to 5 ഗ്രേവലിന് കൊടുക്കണ്ടു. ആ റിമൈനിങ് എത്രയാണ്? 12.1. അപ്പൊ നെക്സ്റ്റ് സ്റ്റേജിൽ നെക്സ്റ്റ് സൈസിൻ്റെത് ഇത്ര ലെങ്ത് 12.1 ലെങ്ത്തിൽ എന്ത് ചെയ്യുക? 2 മുകളിലുള്ള ഗ്രേവൽസിന്റെ സൈസ് പാക്ക് ചെയ്യാം.
ഇനി 5 മുതൽ 10 വരെയുള്ളത് അത് കണ്ടുപിടിക്കണം. നമ്മളിവിടെ ലോഗ് 10 കൊടുക്കുക. ലോഗ് 10 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 30.5 കിട്ടും. 30.5 കിട്ടും. അപ്പം 9.2 ഇവിടെ 2 mm സൈസിന് പോയി, 21.3 5 mm വരെയുള്ള സൈസ് പോയി. ബാക്കിയുള്ളത് ഈ 6 mm മുതൽ 10 mm വരെയുള്ള ഗ്രേവൽസിന് കൊടുക്കണ്ടു. അത് ഏകദേശം 9.2 വരും. അതായത് 30.5 മൈനസ് 9.3 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര കിട്ടും. അതേപോലെ 20 mm ചെയ്ത് കഴിഞ്ഞാൽ 39.7 കിട്ടും. അതിന്റെ ലെയർ നിങ്ങൾക്ക് 9.2 കിട്ടും. അടുത്ത് 48.8 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 9.1 കിട്ടും. അപ്പം ഓരോ ലെയറും 9.2 12.1 9.2 9.2 9.1 ഇപ്പൊ ഇങ്ങനെയുള്ള 5 ലെയേഴ്സ് ആയിട്ടാണ് എന്ത് കിട്ടുക? ഗ്രേവലിന്റെ ലെയർ കിട്ടുക. അപ്പൊ ടോട്ടലി അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഡെപ്ത് ഓഫ് ഗ്രേവൽ വിൽ ബി ഈക്വൽ ടു 9.2 പ്ലസ് 12.1 പ്ലസ് 9.2 പ്ലസ് 9.2 പ്ലസ് 9.1. So this is almost equal to 50 centimeter. അപ്പോൾ ഗ്രേവലിന്റെ ഡെപ്ത് എത്ര കൊടുക്കും? 50 centimeter. ഇനി നമുക്ക് എല്ലാ ഡിസൈനുമായി എല്ലാ പാരാമീറ്റേഴ്സുമായി ഇനി നമുക്കിത് ടോട്ടൽ അങ്ങനെയാണെങ്കിൽ, അതായത് 4 into 5.5 ആണ് നമ്മുടെ ടാങ്കിന്റെ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ ടാങ്കിന്റെ റിവേഴ്സ് ഡെപ്ത്, തേർഡ് ഡയമെൻഷൻ ഡെപ്തും കൂടി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നോക്കേണ്ടത്. അപ്പൊ എല്ലാ പാരാമീറ്റേഴ്സുമായി അപ്പൊ ഡെപ്ത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. സോ ഡെപ്ത് ഓഫ് ടാങ്ക്, അതായത് ഏറ്റവും അടിയിൽ ഡ്രെയിൻ ഉണ്ട്, അതിന്റെ മുകളിൽ ഗ്രേവൽ ഉണ്ട്, അതിന്റെ മുകളിൽ സാൻഡ് ഉണ്ട്, അതിന്റെ മുകളിൽ വാട്ടർ ഡെപ്ത് ഉണ്ട്, വാട്ടർ ഉണ്ട്, അതിന്റെ മുകളിൽ വേണമെങ്കിൽ ഫ്രീ ബോർഡ് അലവൻസും കൊടുക്കാം. അപ്പൊ നമുക്ക് നോക്കാം ടോട്ടൽ ഡെപ്ത്, ഹൗ ടു കാൽക്കുലേറ്റ് ദ ടോട്ടൽ ഡെപ്ത്. So total depth is equal to depth of under drains plus depth of gravel plus depth of sand plus depth of water plus freeboard. Okay, so depth of under drains, അത്രയും നമ്മൾ എടുത്തിരിക്കുന്ന under drainsന്റെ ഡെപ്ത് 0.6 ആണ്. പ്ലസ് ഡെപ്ത് ഓഫ് ഗ്രേവൽ 50 സെന്റിമീറ്റർ എന്നുള്ളത് 0.5 ആണ്. ദെൻ ഡെപ്ത് ഓഫ് സാൻഡ് നമ്മൾ അസ്യൂം ചെയ്തിരുന്നത് 0.6 ആണ്. പ്ലസ് വാട്ടർ ഡെപ്ത്, വാട്ടർ ഡെപ്ത് നമ്മൾ എവിടെയും പറഞ്ഞിട്ടില്ല. നമുക്ക് വാട്ടർ ഡെപ്ത് എത്രയായിട്ട് കൊടുക്കാം? 1.2 മീറ്റർ കൊടുക്കാം. ഓക്കെ, പ്ലസ് ഫ്രീ ബോർഡ് 0.3 മീറ്റർ കൊടുക്കുന്നു. ഓക്കെ, ഓൾ ടുഗദർ വി വിൽ ഹാവ് 3.2. അപ്പോൾ ultimately size of the filter tank will be 4 meter width into 5.5 meter length into 3.2 meter depth. ഇതാണ് നമ്മുടെ സൈസ് ഓഫ് ഫിൽറ്റർ ടാങ്ക്. ഇത് ഇത്രയും പറഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ കാണിച്ചിരിക്കുന്ന ഫിഗർ സ്കെച്ച് ചെയ്യും കൂടി കഴിയുകയാണെങ്കിൽ 50 മാർക്സ് ആയി. സ്കെച്ച് ചെയ്യുമ്പോൾ 3 ഡയമെൻഷനിൽ സ്കെച്ച് ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ലാറ്ററൽസ് ആൻഡ് മെയിൻ ഡ്രെയിൻ പൈപ്പ് അത് സെപ്പറേറ്റ്ലി സ്കെച്ച് ചെയ്യുക. ഗ്രേവൽസിൻ്റെയും സാൻഡിൻ്റെയും വാട്ടർ ഡെപ്തിൻ്റെയും പ്രത്യേകിച്ച് വേറെ തന്നെ സ്കെച്ച് ചെയ്താൽ മതി. രണ്ടും കൂടി ഒന്നിച്ച് 3 ഡയമെൻഷണൽ വ്യൂ വേണ്ട, പ്ലാൻ ഏരിയ അല്ലെങ്കിൽ സൈഡ് വ്യൂ കൊടുത്താൽ മാത്രം മതി. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അറിയിക്കാം.